സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ നിർദ്ദേശം. പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോഡ് ഷെഡിംഗ് തൽക്കാലം ഒഴിവാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യക്കൂട്ടങ്ങൾ തീരക്കടൽ വിട്ടുപോയതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിൽ. ജില്ലയിലെ കോൾ നിലങ്ങളിലെ നെൽകൃഷി വൻ നഷ്ടത്തിൽ. പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനം ആദ്യ ദിനം പാളി. ടെസ്റ്റ് ഗ്രൌണ്ടുകളിൽ വാഹനങ്ങൾ നിരത്തിയിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. കരുവന്നൂരിൽ കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. എട്ടുമുന സ്വദേശി പവിത്രനാണ് മരിച്ചത്. ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ ബസിൽ നിന്ന് തള്ളിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അമിത നിയന്ത്രണങ്ങൾക്കെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ദേശീയപാത കൊടകര കൊളത്തൂരിൽ കാർ ലോറിക്ക് പുറകിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മണ്ണുത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ നിർദ്ദേശം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള അവധിക്കാല ക്ലാസുകളും പകൽ സമയത്തെ പരിശീലനവും ഡ്രില്ലും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സമ്മർ ക്യാമ്പുകൾ നിർത്തിവെക്കാനും സ്കൂളുകൾ ഓൺലൈനായി പ്രവർത്തിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതേസമയം മുൻ നിശ്ചയപ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് ഇല്ല. വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന് KSEB ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടു. ലോഡ് ഷെഡിംഗ് വേണമെന്ന KSEBയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സർക്കാർ നിലപാട് അറിയിച്ചത്. കടുത്ത ചൂടിൽ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. അതിനാൽ വൈദ്യുതി നിയന്ത്രണം കൂടിയേ തീരുവെന്ന നിലപാടിലാണ് ബോർഡ്. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും ട്രാൻസ്ഫോമർ കേടുവരുന്നതും വൈദ്യുതി വിതരണം നിലയ്ക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യക്കൂട്ടങ്ങൾ തീരക്കടൽ വിട്ടുപോയതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിലായി. തീരക്കടൽ വിട്ടുപോയതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിൽ അമരുകയാണ്. കഴിഞ്ഞ 4 മാസത്തിലധികമായി ജില്ലയുടെ തീരത്ത് മത്സ്യക്ഷാമം രൂക്ഷമാണ്. വേനൽ പതിവിലധികം കടുത്തതോടെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മത്സ്യക്ഷാമം അനുഭവപ്പെടുകയുമാണ്. മത്സ്യക്ഷാമം നീണ്ടതോടെ അഴീക്കോട് മുനമ്പം കേന്ദ്രീകരിച്ചുള്ള മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിലായി. അഴീക്കോട് നിന്ന് മാത്രം 300ഓളം വള്ളങ്ങൾ കടലിൽ പോകുന്നുണ്ട്. തൊട്ടടുത്തുള്ള എറണാകുളം ജില്ലയിലെ മുനമ്പം കേന്ദ്രീകരിച്ച് 1000ഓളം യന്ത്രവൽകൃത ബോട്ടുകളുമുണ്ട്. ഇവയിലെല്ലാം കൂടി 10,000ഓളം വരുന്ന തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. എല്ലാ വർഷവും വേനൽ കനക്കുമ്പോൾ കടലിൽ മത്സ്യലഭ്യത കുറയുക പതിവാണ്. 1-2 മാസം ഈ അവസ്ഥ നിലനിൽക്കും. എന്നാൽ ഇക്കുറി 4 മാസമായിട്ടും മത്സ്യക്ഷാമത്തിന് അറുതിയായിട്ടില്ല. ഒരു ഇൻബോർഡ് എഞ്ചിൻ വള്ളം ഇന്ധനം നിറച്ച് കടലിൽ പോയി വരുന്നതിന് ഏകദേശം 50,000 രൂപയോളം ചിലവ് വരും. മത്സ്യക്ഷാമത്തെ തുടർന്ന് കടലിൽ അലയുന്ന വള്ളക്കാർ വെറും കൈയോടെ കരയിൽ മടങ്ങിയെത്തുമ്പോൾ കടം മാത്രമാണ് മിച്ചമുണ്ടാവുക. കാലാവസ്ഥാ വ്യതിയാനം, അതിഭയങ്കരമായ ചൂടും അതോടൊപ്പം തന്നെ മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ നാമമാത്രമായ രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 4.5 മാസത്തോളമായി ഈ പോകുന്നതൊക്കെ തന്നെ നഷ്ടത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ധനച്ചെലവാണെങ്കിൽ വലിയ ഭീമമായ ഇന്ധനച്ചെലവ് വരുന്നത്. കടലിൽ പോയി നിരാശരായി മടങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ കടത്തിൽ മുങ്ങുകയാണ്. ചെറുവഞ്ചികൾക്ക് വല്ലപ്പോഴും ലഭിക്കുന്ന തുച്ഛമായ മീനാണ് അഴീക്കോട് മിനി ഹാർബറിൽ ഇപ്പോൾ എത്തുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന മീനാണ് വിതരണത്തിനായി കൊണ്ടുപോകുന്നത്. TCV കൊടുങ്ങല്ലൂർ. ജില്ലയിലെ കോൾ നിലങ്ങളിലെ നെൽകൃഷി വൻ നഷ്ടത്തിൽ. പല പാടശേഖരങ്ങളിലും വിളവ് മുൻ വർഷങ്ങളേക്കാൾ 50% കുറഞ്ഞത്.
അരിമ്പൂർ പഞ്ചായത്തിലെ 19 പാടശേഖരങ്ങളിലായി ഏകദേശം 3200 ഏക്കറോളം കൃഷിയിൽ കർഷകർക്ക് വൻ നഷ്ടമാണുണ്ടായത്. 1 ഏക്കറിന് ഏകദേശം 30,000 രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് 2 മേഖലകളായി തിരിച്ചാണ് ഏതാനും വർഷങ്ങളായി കൃഷി ഇറക്കുന്നത്. സ്വാഭാവികമായും 2ാം മേഖലയിൽപ്പെടുന്ന അരിമ്പൂരിലെ പാടശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള കോൾനിലങ്ങളിൽ വൈകിയാണ് കൃഷി ഇറക്കിയത്. ചില പാടശേഖരങ്ങളിൽ 1 ഏക്കറിൽ നിന്ന് 3.5 ചാക്ക് നെല്ല് മാത്രമാണ് കിട്ടിയതെന്ന് അരിമ്പൂർ സംയുക്ത കോൾ പാടശേഖര സമിതി സെക്രട്ടറി കെ അശോകൻ പറഞ്ഞു. കൃഷിമേഖലയിൽ നിന്ന് കർഷകരെ അകറ്റുന്ന ഭീമമായ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചതെന്നും കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പകുതി 1 ഏക്കറയ്ക്ക് 7 ചാക്ക് നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. പലരും നെല്ല് കൊയ്തെടുക്കാത്ത അവസ്ഥയുണ്ട്. കാരണം അത്രയധികം വലിയൊരു നഷ്ടത്തിലാണ്. കൊയ്തെടുക്കുന്ന കാശ് പോലും കിട്ടാത്തൊരവസ്ഥയിൽ ആ നെല്ല് കൊയ്യണ്ട എന്നുള്ള കർഷകരുടെ തീരുമാനം പോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കൃഷി നേരം വൈകി പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോരായ്മയായിരിക്കാം. അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം, മറ്റ് കീടങ്ങളുടെ വലിയൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇലകരിച്ചൽ, തണ്ടുതിറപ്പൻ, ഓലചുരുട്ടി മുതലായവരുടെ കേടും വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ കൃഷിക്ക്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് കാർഷിക യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി തീർച്ചയായിട്ടും അടുത്ത വർഷമെങ്കിലും ഇത് നമ്മൾക്ക് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ട ഒരു നടപടി ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടാതെ ഈ നഷ്ടം വന്നതിലേക്ക് കർഷകർക്കൊരു ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കണമെന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള കടുത്ത ചൂടിന് പുറമെ കീടബാധയും കൗട്ട, വരിനെല്ല് തുടങ്ങിയ കളകളുടെ ആധിക്യവും ഇത്തവണ കൃഷിയിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കൃഷിവകുപ്പും കാർഷിക വിദഗ്ധരും നൽകിയ പ്രതിരോധ പരിഹാര നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ വിലപ്പോയില്ലെന്നാണ് കർഷകർ പറയുന്നത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും കാലങ്ങളായുള്ള പ്രയോഗം മൂലം പാടത്തെ മണ്ണിൻ്റെ ഉർവരതയും ഫലഭൂയിഷ്ടിയും ഇല്ലാതായി. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിയിറക്കലും കൊയ്ത്തും 2 മാസത്തോളം വൈകിയ സാഹചര്യത്തിൽ കടുത്ത ചൂടും വരൾച്ചയും നെൽച്ചെടികളെ ദോഷകരമായി ബാധിച്ചു. വിത്തിൻ്റെ ഗുണമേന്മക്കുറവും നെൽകൃഷിനാശത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൃഷിയിൽ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും പ്രായോഗിക പരിജ്ഞാനവുമുള്ള കർഷകരെ അവഗണിച്ച് പരിചയസമ്പത്തില്ലാത്ത ചില കൃഷി ഉദ്യോഗസ്ഥരുടെ നിലപാടുകളും നെൽകൃഷിക്ക് വന്നു ചേർന്ന ദുരവസ്ഥയ്ക്ക് കാരണമായെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പച്ചക്കറിക്കും മത്സ്യത്തിനും വില കൂടി. വേനൽച്ചൂടിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞതാണ് പച്ചക്കറിക്ക് വില വർദ്ധിക്കാനിടയായത്. ഇതര സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. ബീൻസിന് കിലോയ്ക്ക് 180 രൂപയാണ് വില. കിഴങ്ങ്, വെണ്ടയ്ക്ക, അമരക്കായ, ബീട്രൂട്ട്, കാരറ്റ്, പയർ എന്നിവയുടെ വില 40 രൂപയ്ക്ക് മുകളിലായി. കറിവേപ്പിലയ്ക്കും വില കൂടി. പച്ചക്കറിക്ക് പുറമെ മത്സ്യത്തിനും വില വർദ്ധിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിവിധയിടങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകളിൽ വാഹനങ്ങൾ നിരത്തിയിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമാണെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നിലപാട്. പുതിയ സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ വാഹനങ്ങൾ നിരത്തിയിട്ട് നടത്തിയ പ്രതിഷേധ സമരത്തിന് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ പെപ്പിൻ ജോർജ്, ശശിപ്രകാശ്, ജയശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുവന്നൂരിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഏപ്രിൽ 2-ന് തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്താ ബസ്സിൽ വെച്ചാണ് സംഭവം. കരുവന്നൂർ എട്ടുമന സ്വദേശി മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് തലയിടിച്ച് വീണ് പരിക്കേറ്റത്. സംഭവത്തെക്കുറിച്ച് ബസ്സിലെ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെ: കരുവന്നൂർ രാജാ കമ്പനിയുടെ സമീപത്ത് നിന്നാണ് പവിത്രൻ ബസ്സിൽ കയറിയത്. ബംഗ്ലാവിനടുത്തുള്ള KCB ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോവുകയായിരുന്നു. ആദ്യം 10 രൂപ നൽകിയെങ്കിലും 13 രൂപയാണ് ബസ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറയില്ലാത്തതിനാൽ 500 രൂപ നൽകി. തിരിച്ച് 480 രൂപയാണ് കണ്ടക്ടർ നൽകിയത്. ബാക്കി തുകയുടെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടയിൽ പവിത്രന് ഇറങ്ങേണ്ട ബംഗ്ലാവ് സ്റ്റോപ്പും കഴിഞ്ഞിരുന്നു. പുത്തൻതോട് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്നും ചവിട്ടി. നിയന്ത്രണം വിട്ട് തലയിടിച്ച് വീണ പവിത്രന് ആഴത്തിൽ മുറിവേറ്റു. വീണുകിടന്ന പവിത്രനെ കണ്ടക്ടർ വീണ്ടും മർദ്ദിച്ചതായും പറയുന്നു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റി പവിത്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇദ്ദേഹത്തെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി. അവിടെ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു.
തലയ്ക്ക് 6 തുന്നലുണ്ടെന്നും കഴുത്തിന്റെ എല്ല് പൊട്ടിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്ത് കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. TCV ഇരിങ്ങാലക്കുട. തൃശൂർ പൂരത്തിന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അമിത നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കാരിന് റിപ്പോർട്ട് നൽകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ ചേർന്ന പൂരം അവലോകന യോഗത്തിലാണ് തീരുമാനം. പൂരത്തിലെ പങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. പൂരം വെടിക്കെട്ട് വൈകിയതിനെ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടാലാത്ത്, ദേവസ്വം സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം പൂരത്തിന് മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ പ്രകോപനപരമായ നടപടികൾ സംബന്ധിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. ദേശീയപാത കൊടകര കൊളത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പുറകിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര സ്വദേശികളായ അയ്യന്തോൾ വീട്ടിൽ ജോസഫ്, ക്രിസ്റ്റി, നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ മുന്നിൽ പോയിരുന്ന ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പുറകിൽ വന്നിരുന്ന ബസ് കാറിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിനുള്ളിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാസേനയും കൊടകര പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കത്തോലിക്ക സഭയുടെ ഇന്ത്യൻ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ഫാദർ ജോസഫ് തേർമഠം. ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ബധിരനും മൂകനുമായ ആദ്യ പുരോഹിതനായി മാറിയിരിക്കുകയാണ് ജോസഫ് തേർമഠം. തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ നടന്ന ചടങ്ങിലാണ് ജോസഫ് തേർമഠം വൈദികനായി അഭിഷിക്തനായത്. പൌരോഹിത്യ സ്വീകരണ ചടങ്ങിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൈവയ്പ് ശുശ്രൂഷ നടത്തി. പൂനെയിലും അമേരിക്കയിലുമായി വൈദിക പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം കോട്ടയം ഹോളി ക്രോസ് കോൺഗ്രിഗേഷന്റെ കീഴിലാണ് പ്രത്യേക പരിശീലനം നേടിയത്. 2023 ഡീക്കൻ പട്ടം കരസ്ഥമാക്കിയത്. തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം ഫാദർ ജോസഫ് തേർമഠം പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. ബസലിക്ക റെക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ബിജു മുലക്കര, ഫാദർ റോക്ക് വിക്കോസ്റ്റ, ഫാദർ ജോർജ് തേർമഠം, ഫാദർ ജോയ് വെള്ളാട്ടുകര എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് തേർമഠത്തിന്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ഇടവകാംഗങ്ങളും അടക്കം നിരവധി പേരാണ് ഏറെ സവിശേഷവും ഭക്തി നിർഭരവുമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. കറുപ്പം വീട്ടിൽ കമറുദ്ദീന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന് പുറത്തു വെച്ചിരുന്ന സ്കൂട്ടറും അകത്തുണ്ടായിരുന്ന തയ്യൽ മെഷീനും മോഷ്ടിച്ചു. വിദേശത്തുള്ള കമറുദ്ദീന്റെ ഭാര്യയും മകനും മാത്രമാണ് വീട്ടിൽ താമസം. ഇവർ തൃത്താലയിലുള്ള ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വാഹനത്തിന്റെ രേഖകളും താക്കോലും കവർന്നു. വീട്ടിലെ CCTV നശിപ്പിച്ച് ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എടവിലങ്ങിൽ ചായക്കടകളിൽ മോഷണം. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വേലിപ്പറമ്പിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബജ്ജിക്കട, വത്സലാലയത്തിന് സമീപം പാലത്തിങ്കൽ അനീഷിന്റെ ജയശ്രീ തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. സ്ഥാപനങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. ബജ്ജിക്കടയിൽ സൂക്ഷിച്ചിരുന്ന 3000-ഓളം രൂപയും ജയശ്രീ തട്ടുകടയിൽ നിന്ന് 600 രൂപയും നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പൂരമടക്കം ആനച്ചമയങ്ങളുടെ നിർമ്മാതാവ് പടിഞ്ഞാറെ പെരുമ്പിള്ളിശ്ശേരി പടിഞ്ഞാറേപ്പുരയ്ക്കൽ ശങ്കരൻകുട്ടി എന്ന സുധാകരൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. നെറ്റിപ്പട്ടത്തിന്റെ വട്ടക്കിണ്ണം, കൂമ്പൻകിണ്ണം എന്നിവ മനോഹരമായി നിർമ്മിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. ക്ഷേത്രങ്ങളിലെ പിച്ചളപ്പണികൾ, ഭണ്ഡാര നിർമ്മാണം, ആനകളുടെ കൊമ്പുമുറിക്കൽ, ചങ്ങല നിർമ്മാണം, വലിയ കോൽ, തോട്ടി എന്നിവയുടെ നിർമ്മാണങ്ങളിലും ക്ഷേത്രങ്ങളിലേക്ക് തിരുവായുധ നിർമ്മാണം എന്നീ പണികളിലും ശങ്കരൻകുട്ടി വിദഗ്ധനായിരുന്നു. പൂരങ്ങൾക്ക് ആനച്ചമയം ആദ്യമായി ഉണ്ടാക്കി ഉപയോഗിച്ചത് പെരുവനം പൂരത്തിന് ചേർപ്പ് ഭഗവതിക്ക് വേണ്ടിയായിരുന്നു. 1972 മുതൽ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഒറ്റൽപ്പണിയുടെ ചുമതലക്കാരനായിരുന്നു ശങ്കരൻകുട്ടി. തൃശൂർ പൂരം കുടമാറ്റത്തിലെ കുടകൾ നിർമ്മിക്കുന്നതിന്റെ പ്രഥമഘട്ടമായ ഒറ്റൽപ്പണി പാരമ്പര്യമായി നിർവഹിക്കുന്നതും ശങ്കരൻകുട്ടിയായിരുന്നു.
ക്ഷേത്രത്തിൽ കൈക്കുട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ കലാകാരി മരിച്ചു. അരിമ്പൂർ തണ്ടാശ്ശേരി ജയരാജ് ഭാര്യ സതിയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 67 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നുവന്നിരുന്ന കലാപരിപാടികൾക്കിടെയായിരുന്നു സംഭവം. 11 പേർ അടങ്ങിയ കൈക്കുട്ടിക്കളി സംഘത്തോടൊപ്പമാണ് സതി എത്തിയത്. കളി തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഹോം വോട്ടിംഗ് ഡ്യൂട്ടി നിർവഹിച്ച ജീവനക്കാർക്ക് പ്രതിഫലം നൽകിയില്ലെന്ന് ആക്ഷേപം. ഏപ്രിൽ 15 മുതൽ 8 ദിവസം 30ഓളം സംഘങ്ങളായി 85 വയസ്സ് പിന്നിട്ടവരുടെയും ഭിന്നശേഷിക്കാരുടെയും വീടുകളിലെത്തി വോട്ട് ചെയ്യിച്ച ജീവനക്കാർക്കാണ് പ്രതിഫലം നൽകാൻ വൈകുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസവും തലേന്നും ഡ്യൂട്ടി ചെയ്തവർക്ക് തെരഞ്ഞെടുപ്പിന് പിറ്റേ ദിവസം തന്നെ പ്രതിഫലം അക്കൌണ്ട് മുഖേന നൽകിയിരുന്നു. എന്നാൽ അതിനു മുൻപേ 8 ദിവസം ഹോം വോട്ടിംഗ് സേവനം അനുഷ്ഠിച്ചവർക്കാണ് പ്രതിഫലം നൽകുന്നതിൽ കാലതാമസം നേരിടുന്നത്. 2 പോളിംഗ് ഓഫീസർമാർ, പോലീസ്, വീഡിയോഗ്രാഫർ, മൈക്രോ ഒബ്സർവർ എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം ഹോം വോട്ടിംഗ് ചുമതല നിർവഹിച്ചതിലൂടെ 8876 പേർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നു. തൃശൂർ കഥകളി ക്ലബിന്റെ 59ാം വാർഷികവും രംഗോത്സവവും തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്നു. പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്ടവൈദ്യൻ ഇ.ടി. നീലകണ്ഠൻ മൂസ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കഥകളി ക്ലബിന്റെ സുവർണമുദ്ര കലാമണ്ഡലം രാജശേഖരന് കലാമണ്ഡലം ഗോപി സമ്മാനിച്ചു. കീർത്തിപത്ര സമർപ്പണം കലാമണ്ഡലം ക്ഷേമാവതി നിർവഹിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ചടങ്ങിൽ ആദരിച്ചു. കലാമണ്ഡലം ക്ലാര, കലാമണ്ഡലം ഹുസ്ന ബാനു, കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് കെ.പി. രാധാകൃഷ്ണൻ, സെക്രട്ടറി പ്രശാന്ത് ജി മേനോൻ, ഡോക്ടർ കെ.പി. നാരായണ പിഷാരടി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതിനായി ഒരുക്കിയെടുത്ത പാടത്ത് സെപ്റ്റിക് മാലിന്യം തള്ളി സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ചാഴൂർ മാങ്ങാട്ടുപാടത്താണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം വ്യാപകമായി തള്ളിയിരിക്കുന്നത്. നിരവധി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനെത്തുന്ന ഇവിടെ സംസ്ഥാന ജില്ലാതല മത്സരങ്ങൾ നടക്കാറുണ്ട്. പരിസരത്തെ കായികപ്രേമികൾ ഏറെ പണിപ്പെട്ടാണ് ക്രിക്കറ്റ് കളിക്ക് സ്ഥലം അനുയോജ്യമാക്കിയെടുത്തത്. അസഹ്യമായ ദുർഗന്ധം മൂലം യാത്രക്കാരും സമീപത്തെ വീട്ടുകാരും ദുരിതത്തിലാണ്. വീടുകളിലെ ജലസ്രോതസ്സുകളിൽ മാലിന്യം കലരാൻ സാധ്യതയുള്ളതിനാൽ പരിസരവാസികളും ആശങ്കയിലാണ്. നാളുകളായി പ്രദേശത്ത് മാലിന്യം ടാങ്കറുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി 2 പഞ്ചായത്തുകളും സംയുക്തമായി പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 47 വർഷമായി മികവുറ്റ പ്രവർത്തനം നടത്തിവരുന്ന വിക്ടറി ITIയുടെ സ്ഥാപകനും കലാരംഗത്തെ പ്രമുഖനുമായിരുന്ന R. ഗണേഷ് മാസ്റ്ററുടെ 21ാം അനുസ്മരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂക്കര വിക്ടറി ITIയിലെ R. ഗണേഷ് മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത മേയർ M.K. വർഗീസും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. R. ഗണേഷ് മാസ്റ്ററോടുള്ള ആദരസൂചകമായി യുവതലമുറകളിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം വളർത്തിയെടുക്കാനായി ഏപ്രിൽ 30-ന് ഒല്ലൂക്കര വിക്ടറി ITIയിലെ വിദ്യാർത്ഥികളുടെയും തൃശൂർ വിക്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ IMAയുടെ സഹകരണത്തോടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. 160ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി. IMA ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ യജ്ഞത്തിൽ പങ്കാളികളായി. അനുസ്മരണ യോഗ സമിതി ചെയർമാൻ P. രാമചന്ദ്രൻ, കൺവീനർ P. ചിത്രാംഗതൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുരിയച്ചിറ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അപാകത മൂലം പരിസരവാസികൾക്കുണ്ടായ രൂക്ഷമായ ഈച്ചശല്യത്തിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിജോ തട്ടിൽ, PR ആനന്ദ്, ടോജോ തിമോത്തി എന്നിവർ സംസാരിച്ചു. മൊബൈൽ ഫോണും ATM കാർഡും രേഖകളും അടങ്ങിയ ബാഗ് മോഷ്ടിച്ചയാളെ പാവർട്ടി പോലീസ് പിടികൂടി.
ഇരിങ്ങപ്പുറത്ത് താമസിക്കുന്ന നടത്തറ സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ നകുൽകുമാറിനെയാണ് SHO R രഞ്ജിത്ത്, സബ് ഇൻസ്പെക്ടർ S പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 8-ന് പൂമംഗലം നമ്പിള്ളി വീട്ടിൽ അനൂപ് ഭാര്യ ശ്വേതയുടെ ബാഗ് മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ പിടികൂടിയത്. മോഷണം പോയ മൊബൈലും രേഖകളും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മരുതയൂരിൽ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സ്ത്രീ മരിച്ചു. മരുതയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കുണ്ടുവീട്ടിൽ 65 വയസ്സുള്ള മണിയാണ് മരിച്ചത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മണിയുടെ താമസം. 3 ദിവസമായി മണിയെ പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ബുധനാഴ്ച വൈകിട്ട് അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വ്യാഴാഴ്ച മരണം സംഭവിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ നിർദ്ദേശം. പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോഡ് ഷെഡിംഗ് തൽക്കാലം ഒഴിവാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യക്കൂട്ടങ്ങൾ തീരക്കടൽ വിട്ടുപോയതോടെ മത്സ്യബന്ധന മേഖല വറുതിയുടെ പിടിയിൽ. ജില്ലയിലെ കോൾ നിലങ്ങളിലെ നെൽകൃഷി വൻ നഷ്ടത്തിൽ. പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനം ആദ്യ ദിനം പാളി. ടെസ്റ്റ് ഗ്രൌണ്ടുകളിൽ വാഹനങ്ങൾ നിരത്തിയിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. കരുവന്നൂരിൽ കണ്ടക്ടറുടെ മർദ്ദനമേറ്റ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. എട്ടുമുന സ്വദേശി പവിത്രനാണ് മരിച്ചത്. ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ ബസ്സിൽ നിന്ന് തള്ളിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അമിത നിയന്ത്രണങ്ങൾക്കെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ദേശീയപാത കൊടകര കൊളത്തൂരിൽ കാർ ലോറിക്ക് പുറകിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മണ്ണുത്തി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.